ലാലേട്ടൻ്റെ മുൻപിൽ വെച്ച് തന്നെ അനീഷ് ഷാനവാസിനെ നാറ്റിക്കുന്നുണ്ട്. ഷാനവാസ് എല്ലായ്പ്പോഴും അനീഷ് സംസാരിക്കുമ്പോൾ ഒരു തമാശ രൂപേണ എടുത്താണ് എപ്പോഴും തന്നെ വീട്ടിലകത്താണെങ്കിലും ലാലേട്ടൻ്റെ മുൻപിൽ വന്ന് നിൽക്കുമ്പോഴാണെങ്കിലും അനീഷ് സംസാരിക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഷാനവാസ് എപ്പോഴും തന്നെ എടുക്കുന്നത്. ആ സ്ട്രാറ്റജി എപ്പോഴും തന്നെ വർക്കാകാറുണ്ട്. പക്ഷേ ഇന്നലെ അത് വർക്കായില്ല. ലാലേട്ടൻ വീട്ടിലെ ശുചിത്വത്തെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ക്യാപ്റ്റന്മാരെ എഴുന്നേൽപ്പിച്ച് നിർത്തി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. വൃത്തിയുണ്ടോ, എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഷാനവാസിൻ്റെ അടുത്തും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ വന്നിരുന്നോ, ക്ലീനിങ് നിങ്ങൾ വാഷ്റൂമിൻ്റെയൊക്കെ ക്യാപ്റ്റൻ അല്ലായിരുന്നോ, എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നോ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറഞ്ഞിരുന്നു, ഇല്ല ലാലേട്ട, ഒരു കംപ്ലയിൻറ്റും തന്നെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല, ഒരു കംപ്ലയിൻറ്റും ഇല്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പ്രത്യേകിച്ച് അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. ലാലേട്ടൻ അറിയാലോ, എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അനീഷിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ പോലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാക്കി അനീഷ് പറയും. അതുകൊണ്ട് തന്നെയാണ് അനീഷിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചത്. ലാലേട്ടൻ ചോദിച്ച സമയത്ത് അനീഷ് കാരണങ്ങളങ്ങ് പറയാൻ തുടങ്ങി. അനീഷ് ആദ്യത്തെ കാരണം പറഞ്ഞപ്പോൾ തന്നെ ഷാനവാസ് പറയുന്ന കൈ പൊക്കിയിട്ടുണ്ട്. ചിരിച്ചുകൊണ്ടാണ് കൈ പൊക്കുന്നത്. ലാലേട്ട, അത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഷാനവാസ് ഒരു മറുപടി പറയാൻ വേണ്ടി വരുവാണ്. പക്ഷേ അനീഷ് അങ്ങ് നിർത്തുന്നില്ല. അനീഷ് ഷാനവാസിൻ്റെ മിസ്റ്റേക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം തന്നെ പറയുന്നത് ഇതാണ്, ഒരു കാര്യവും ചെയ്തിട്ടില്ല ലാലേട്ട, ഉടായ്പ കാണിച്ചതിനെ കൂടെ വെറുതെ നടക്കുമായിരുന്നു ഷാനവാസ്. മൂന്നാമത്തെ ദിവസം ആയപ്പോൾ തന്നെ ഇത് ഒന്നും തന്നെ ഇവർ ക്ലീൻ ചെയ്യുന്നില്ലായിരുന്നു. അവിടെ അകത്ത് ഡസ്റ്റ്ബിൻ വെച്ചിട്ടില്ല, പുറത്തുള്ള ഡസ്റ്റ്ബിൻ ഓൾറെഡി നിറഞ്ഞിരിക്കുവാണ്, അതൊന്നും ഇവർ മാറ്റിയിട്ടുമില്ല. അതുമാത്രമല്ല ടോയ്ലറ്റ് പേപ്പർ ഇല്ല. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കാരണം പറഞ്ഞപ്പോഴാണ് ഷാനവാസ് കൈ പൊക്കിയതും ചിരിച്ചുകൊണ്ട് നിന്ന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിന്നത്. പക്ഷേ ഇത് നിർത്താതെ അനീഷ് ഇങ്ങനെ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസിൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷനൊക്കെ അങ്ങ് മാറി. ഇതിനെല്ലാത്തിനും ഞാൻ എങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കും എന്നുള്ളൊരു രീതിയിലേക്ക് ഷാനവാസ് ചിന്തിച്ചുകൊണ്ടായിരിക്കണം പൊക്കിയ കൈ അങ്ങ് പയ്യെ താത്തി. മാത്രമല്ല അനീഷ് സംസാരം നിർത്തിയപ്പോൾ തന്നെ ലാലേട്ടൻ ഷാനവാസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് ഒരു കംപ്ലയിൻറ്റും ഇല്ലയെന്ന്, ഇപ്പോൾ തന്നെ ഇത് എത്ര കംപ്ലയിൻ്റ് അനീഷ് പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഷാനവാസിന് ഒന്നും തന്നെ പറയാനില്ലാത്തൊരു അവസ്ഥയായിപ്പോയി അത്. എന്തായാലും നിങ്ങൾക്ക് ഷാനവാസിനെയാണോ അനീഷിനാണോ കൂടുതൽ ഇഷ്ടം? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.